ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇഷ്ടംപോലെ ചുരിദാറും കുർത്തികളും ഒക്കെ തയ്ക്കുന്നവരായിരിക്കാം, സ്വന്തമായിട്ട് ചെയ്യുന്നവരായിരിക്കാം. ആർക്കൊക്കെ ആയാലും, അതായത് പുറത്തേക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു കുർത്തിയുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്, ഷോൾഡറും കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്താ, ഇതിൽ സ്ലീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നോക്കിയേ, ഫ്രണ്ടിലെ ആം ഹോളൊക്കെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്ക് ഈ കാണുന്നതാണ്. ഇനി നമ്മൾ നേരെ എടുത്തിട്ട് സ്ലീവ് അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് സൈഡും കൂടെ കൂട്ടുവാണെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ബോഡി ഫിറ്റിൽ ഇടുമ്പോഴായിരിക്കും ആം ഹോളിൻ്റെ ഇവിടെ കുഴിവ്. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ ഈ വിഡ്ത്ത് കൂടുതലായിട്ട് നമ്മൾ നടക്കുന്ന ടൈമിൽ നമ്മളുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം താഴത്തേക്ക് ഇറങ്ങി പോവുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അത് എങ്ങനെ സോൾവ് ചെയ്യാം, എല്ലാം തയ്ച്ചു കഴിഞ്ഞ് സോൾവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും ഭാഗം കഴിയുമ്പോൾ, ഞാനിപ്പോൾ ഇതുവരെ ചാനലിൽ ഏതോ ഒരു പ്രാവശ്യം പണ്ടെങ്ങാനും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ ഓണമൊക്കെ ആവാറായി, എല്ലാവരും തന്നെ പുതിയ ഔട്ട്ഫിറ്റൊക്കെ ചെയ്യുന്ന തിരക്കിലായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടിപ്പ് വളരെയധികം ഉപയോഗപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ ഇഷ്യൂ, നമ്മളുടെ ഷോൾഡറിൻ്റെ വിഡ്ത്തിൻ്റെ ഇഷ്യൂ എങ്ങനെ പരിഹരിക്കാം, അതും ഒരു കണക്കോ കാര്യങ്ങളോ വെച്ചിട്ടല്ല, നമ്മുടെ ഓൺ ബോഡിയിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് നെക്ക് കഴിഞ്ഞു, ബാക്ക് നെക്ക് കഴിഞ്ഞു, ഷോൾഡർ കൂട്ടിയെടുത്തു. സ്ലീവ് വെക്കുന്നതിന് മുന്നേ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാം. പക്ഷെ നമുക്കിതൊരു കസ്റ്റമറിന് ചെയ്യുമ്പോൾ അധികം പോസിബിൾ അല്ല. നമ്മൾക്ക് തന്നെയാണെങ്കിലാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം അവർ ഈ ടൈമിൽ നമ്മുടെ അടുത്ത് ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, അവർ വരുമ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഒരാളാവുക അവരുടെ ബോഡിയിൽ നിന്ന് അങ്ങോട്ടൊന്ന് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ടോപ്പിന്റെ ഉൾഭാഗം വെച്ചു. കാര്യം മാർക്കിംഗ് എല്ലാം നമുക്ക് ഉൾഭാഗത്താണ് വരുന്നത്. അപ്പൊ ഇതേപോലെ ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ, ബാക്ക് പോർഷൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു. സൈഡ് ഫിറ്റിംഗ് നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയേ, എൻ്റെ ഷോൾഡർ കറക്റ്റ് ആയിട്ടാണ്. നമ്മൾ ബോഡിയിൽ നിന്നൊക്കെ ഷോൾഡർ എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് എടുക്കുമല്ലോ. ഇപ്പൊ നോക്കിയേ, കറക്റ്റ് ആണ് ഇവിടെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഒരു 1/2 ഇഞ്ച് പോകുമ്പോൾ കറക്റ്റായിട്ട് ഈ വിഡ്ത്ത് വരും. പക്ഷേ ഈ വിഡ്ത്ത് ഇതേപോലെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ കൊണ്ടോ, ഇത്രയും നമ്മൾക്ക് എനിക്ക് കറക്റ്റ് ആം ഹോൾ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു അളവിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് തുണി എനിക്ക് കുടുങ്ങി കിടക്കും. അപ്പം നമ്മൾ ഇതേ കണക്കിന് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇത്രയും വീതിയൊന്നും കൊണ്ടേ നമ്മൾ ടോപ്പിന് വെക്കേണ്ട ആവശ്യമില്ല. ഇതൊരു നൈറ്റി ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ അളവിൽ ഫോളോ ചെയ്താൽ മതി. അപ്പം ഞാൻ ഈ ഒരു അളവിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, സ്ലീവ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കുറക്കുവാണ്. ഈ ഭാഗത്ത് വന്നിരിക്കും എൻ്റെ സ്ലീവിൻ്റെ ആ ഒരു സ്റ്റിച്ച്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തൊട്ടിപ്പുറം കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഞാനപ്പോൾ എൻ്റെ ബോഡിയിൽ കറക്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തങ്ങോട്ട് ഒന്നും കൂടി കുഴിച്ച് മാർക്ക് ചെയ്തങ്ങോട്ട് എടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കും വേണ്ടല്ലോ, ഒരു തരത്തിലും നമുക്കിവിടെ തുണി കൂടുതലായിട്ട് നിൽക്കത്തില്ല. അതേപോലെ ഇപ്പുറം ഭാഗത്തും ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഒന്ന് കൊടുക്കുവാണ്. ലെങ്ത് ഇറങ്ങിപ്പോവരുത്. നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ ഇങ്ങനെ അങ്ങോട്ട് കുഴിക്കാവൂ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു തരി പോലും എന്താ പറയുക, ഡ്രസ്സിൽ കുറേ തുണി വേസ്റ്റായി കിടക്കത്തില്ല. കറക്റ്റ് ഫിറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വിരിച്ചിട്ട് കൊടുത്തു. 2 സ്ഥലത്തും എനിക്കിതുപോലെ മാർക്കിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കറക്റ്റ് അളവ്, ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, തയ്യൽ തുമ്പ് വേണ്ടേ, തൊട്ടിപ്പുറത്ത് കൂടെ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ആം ഹോള് കുഴിച്ച് ഒന്നും കൂടി കട്ട് ചെയ്ത് ആ ലെങ്ത്തിലോട്ട് കൊണ്ടുവന്നു. സെയിം ഇതുപോലെ തന്നെ ബാക്കിലും ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് കൊടുക്കുക. ഇനി ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഈ അളവ് തന്നെ ഒന്നെങ്കിൽ ഇപ്പുറത്തും കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പുറത്തും മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ അളവ് വെച്ചിട്ട് ചെയ്താൽ മതി. ലാസ്റ്റ് ഈ വിഡ്ത്ത് മാത്രം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ബോഡിയിൽ വെച്ചിട്ടിപ്പോൾ കറക്റ്റ് ഈ ഒരു ഭാഗത്താണ് എനിക്ക് വന്നത്. ഞാൻ ഇപ്പുറം ഒരു 1/2 ഇഞ്ച് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതേപോലെയാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. വരച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറേ കൂടെയാണ് കട്ട് ചെയ്ത് പോകുന്നത്.
ഈ ഒരു നോച്ചിൻ്റെ താഴത്തേക്ക് പോകാൻ പാടില്ല. കാരണം എന്താ, അപ്പോൾ ആം ഹോളിന് ലെങ്ത്ത് കൂടിപ്പോവും. ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തു. ഇനി ഒന്ന് അളക്കാൻ പോവുക, ഇവിടെ എത്ര ഇഞ്ച് ഉണ്ടെന്ന്. ഇതിപ്പോൾ മൊത്തത്തിൽ 3 ഇഞ്ച്. അപ്പം ഞാൻ ഇപ്പുറത്തും അളക്കാൻ പോവുക. ദേ കട്ടിങ് വരുന്നത് 3 ഇഞ്ചിലാണ് നമുക്ക് കട്ടിങ് വരുന്നത്. കുറച്ച് തുണി ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒന്നും കൂടെ അളക്കാൻ പോവാം കേട്ടോ. ഇത് എത്ര ഇഞ്ചാണെന്ന്. 3 ഇഞ്ചാണ്. സെയിം ദേ ഇതും 3 ഇഞ്ച്. ഇത് ലാസ്റ്റ് ഇങ്ങനെ അളക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ 2.5 ഇവിടെ 3 ആയി പോകും. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒരു ഭാഗത്തേക്ക് ടോപ്പ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് പോകുന്നൊരു ഫീലിങ്സ് നമുക്ക് വരും. എന്നിട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് ബോഡിയിലേക്ക് വെച്ച് നോക്കാം, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ. അതെ, ഞാൻ ടോപ്പിൻ്റെ ബോഡിയിലേക്ക് വെച്ച് നോക്കി, സ്ലീവ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ. നോക്കേ, ഇവിടുത്തെ ആ ഈ ഒരു ചുളിവ് നോക്കേണ്ട. അത് നമുക്ക് സ്ലീവ് വെക്കുമ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ചോളം ഇങ്ങനെ അങ്ങോട്ട് തയ്യൽ തുമ്പ് പോവും, ഇവിടെയും ഒരു 1/2 ഇഞ്ച് പോവും. അപ്പോൾ കറക്റ്റ് ഫിറ്റായിട്ട് നമ്മൾക്ക് ഇതേപോലെ അങ്ങ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മൾക്ക് കട്ടിങ് ചെയ്യുന്ന ടൈമിൽ തന്നെ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഭാഗം എത്തുമ്പോൾ മാത്രമേ നമുക്ക് ഈ ടിപ്പ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ആം ഹോളൊക്കെ കറക്റ്റായിട്ട് കിട്ടാനും ബോഡി ഫിറ്റൊക്കെ നല്ല രീതിക്ക് കിട്ടാനും പ്രയോജനപ്പെടും കേട്ടോ. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾക്കിതിലേക്ക് സ്ലീവ് ഒന്ന് വെക്കലാണ്. ആ ഫ്രണ്ട് ആം ഹോള് വരത്തക്ക രീതിക്ക് നമ്മൾ ഇതിൽ സ്ലീവും കൂടെ വെക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഇത്രയും കാലം ചെയ്ത പോലെ അല്ല, ഇതേപോലെ നമ്മുടെ ബോഡിയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, കസ്റ്റമറുടെ ആണെങ്കിൽ നമ്മൾക്ക് പകുതിക്ക് തയ്ച്ച ഒരു ഔട്ട്ഫിറ്റ് കൊണ്ടേ അവരുടെ ബോഡിയിൽ നമുക്ക് ഇട്ട് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മൊത്തത്തിൽ ഈ ഭാഗത്ത് തയ്ച്ച് കഴിയുമ്പോൾ 3 ഇഞ്ച് വിട്ട് കൊടുത്താൽ മതി. പക്ഷെ അത് ഓരോ അളവനുസരിച്ചിട്ട് മാറും കേട്ടോ. ഇതിപ്പോൾ ഒരു പ്ലസ് സൈസൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു 4 ഇഞ്ചൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടിപ്പ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ടൈലറിംഗ് ക്ലാസ്സിൽ, ലൈവ് ടൈലറിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു മാസത്തേക്ക് വരുന്ന എമൗണ്ട് 479 രൂപയാണ്. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. എനിക്കാരെയും നിർബന്ധിച്ചൊന്നും ക്ലാസ്സിൽ കയറ്റാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ നല്ല ഫ്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആത്മാർത്ഥമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടും പിന്നെ എന്തിനാ ചേച്ചി പൈസ കൊടുത്തിട്ട് ക്ലാസ് എടുക്കുന്നതെന്ന്. നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ ഒരു 3000-ഓളം വീഡിയോസ് ഉണ്ട്. അത് കണ്ട് നിങ്ങൾ കുറേ പേര് പഠിച്ച് ചെയ്യുന്നുമുണ്ട്. പക്ഷെ കുറേ പേർക്ക് സംശയങ്ങളും അല്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റാണോ, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് നമ്മൾ തരണം ചെയ്ത് അവർ നല്ല സൂപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് പോകുന്നു കേട്ടോ. ഇപ്പം ഇതിലൊരു ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ എനിക്ക് അയച്ചു തരാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി തരാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ നെക്ക് വരെ എത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് അയച്ചു തരുന്ന ഓരോ മെമ്പേഴ്സും അയച്ചു തരുന്ന ഫോട്ടോയാണ്. ഇതിലിപ്പോൾ ആദ്യം മുതലൊക്കെ ഉള്ള ഉണ്ടാവും കേട്ടോ. സ്ലീവ് കഴിയുമ്പോൾ സ്ലീവിൻ്റെ ഭാഗം ഇങ്ങനെ എനിക്ക് അയച്ചു തരുമ്പോൾ ഞാനതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, ഞാൻ ഈ ആരോ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഈ സൈഡൊക്കെ തെറ്റാണ്. അപ്പം നമ്മളുടെ ഒരു ആളുടെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നല്ല ടാസ്ക്കാണ്. അപ്പോൾ അറിയാവുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇത് പഠിക്കണം. അതിയായ മോഹവും കുറേ പേടിയൊക്കെ ഉള്ളവർ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ മെമ്പർഷിപ്പ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാം പരിഹരിച്ച് നമ്മൾക്ക് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ.